പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നന്മയുടെ നല്ല ദിവസം. ജോൺസൺ കരൂർ. ഞാൻ കഴിഞ്ഞ ദിവസം മർത്തോമ കോളേജിൽ ഒരു ക്ലാസ് എടുക്കാൻ പോയി, തിരുവല്ലയിലാണ്. വളരെ സന്തോഷത്തോടെ ഞാൻ കുട്ടികൾ എവിടെ നിന്നാണ് വരുന്നത് ചോദിച്ചപ്പോൾ ഒരു കുട്ടി പറഞ്ഞു തണ്ണിത്തോടിൽ നിന്നാണ്. തണ്ണിത്തോടുകാരോട് ഞാനൊരു കാര്യം ചോദിച്ചു, തണ്ണിത്തോടിനെ കുറിച്ച് എന്ത് പറയാൻ സാധിക്കും? അപ്പോൾ ആ കുട്ടി ആദ്യം പറഞ്ഞതറിയാം, അവിടെ ഞങ്ങൾക്ക് ഒരു ആംബുലൻസ് സർവീസ് നടത്തുന്ന ഒരു വക്കീലുണ്ട്. ആ വക്കീലിൻ്റെ പേര് പ്രിൻസ് പി തോമസ് എന്നാണ്. അദ്ദേഹത്തെക്കുറിച്ച് വളരെ വാചാലമായിട്ട് ആ കുട്ടി സംസാരിച്ചു. ആ സംസാരത്തിൻ്റെ ചാതുര്യവും ആ സംസാരത്തിൻ്റെ പിടികിട്ടാ മേഖലകളിലും ഞാൻ കണ്ടെത്തിയപ്പോൾ ആ കുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രിൻസ് പി തോമസ് വലിയ ലീഡിങ് അഡ്വക്കേറ്റാണ്, ക്രിമിനൽ ലോയറാണ്. പത്തനംതിട്ട, കേരളത്തിൽ ഉടനീളം അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് പറഞ്ഞൊരു വളരെ ശ്രേഷ്ഠമായൊരു കാര്യമുണ്ട്. ആർക്കും വേണ്ടാതെ, എന്നാൽ എല്ലാ മറ്റുള്ള സംഘടനകളുടെയൊക്കെയും തലപ്പത്തിരുന്ന ഒരു മനുഷ്യൻ ചിക്കൻ ബോക്സ് പിടിച്ച് കിടന്നപ്പോൾ ആരും എടുത്തില്ല. അവിടെ പ്രിൻസ് പി തോമസ് എന്ന് പറയപ്പെടുന്ന ക്രിമിനൽ ലോയർ ഓഫ് പത്തനംതിട്ട, ഹി ഹാഡ് ടേക്കൺ ഹിം. അദ്ദേഹമാണ് അവനെ ആളിനെ എടുത്തുകൊണ്ട് പോയത്. എന്നിട്ട് പത്തനംതിട്ട ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോൾ അവിടെ അദ്ദേഹത്തിന് മുറിയില്ല, ഐസൊലേഷൻ റൂമില്ല. അവിടുന്ന് മാറ്റി നേരെ അദ്ദേഹം കോട്ടയത്താക്കിയപ്പം പ്രിൻസിന് കിട്ടിയതെന്താണെന്നറിയോ? പ്രിൻസിന് കിട്ടിയത് ചിക്കൻ ബോക്സ് അദ്ദേഹത്തെ പിടിച്ചു. അപ്പോൾ അദ്ദേഹം കുറച്ച് ദിവസം പത്തനംതിട്ട കോടതിയിൽ നിന്ന് മാറി നിൽക്കേണ്ടിയൊക്കെ വന്നു. അദ്ദേഹത്തിൻ്റെ വൈഫ് ടീച്ചറാണ്, അദ്ദേഹത്തിനൊരു മോളുണ്ട്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും എൻ്റെ മക്കൾക്കോ എൻ്റെ വൈഫിനോ ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാകും എന്ന് ചിന്തിക്കാതെ ഒരു പടരുന്ന രോഗം അത് വന്നാൽ പോലും കാര്യമില്ല, ഞാൻ അവരെ രക്ഷിക്കാം എന്നൊരു ചിന്ത പ്രിൻസ് പി തോമസ് എന്ന് പറയപ്പെടുന്ന ആളിന് ഉണ്ട് എങ്കിൽ ഒരഭിവാദനം അർപ്പിക്കുകയാണ്. ആ അർപ്പിക്കുന്ന അഭിവാദനത്തിന് പ്രിൻസ് സർ, തീർച്ചയായിട്ടും അങ്ങയുടെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമാകട്ടെ, വളരെ നന്മയാകട്ടെ. സാമ്പത്തികം നോക്കിയല്ല അങ്ങ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. കാരണം സാമ്പത്തികമില്ലാത്ത ഫാമിലിയിൽ നിന്നല്ല അങ്ങ്. സാമ്പത്തിക അത്യാവശ്യം നന്നായിട്ടുള്ള ഫാമിലിയാണ്. കുടുംബത്തിൻ്റെ ഭദ്രതയും നന്നായിട്ട് പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു ഫാമിലിയിൽ നിന്ന് വളരെ ഒരു പ്രതീക്ഷയില്ലാതെ, ഫലേച്ഛ ഇല്ലാതെ, ശ്രീകൃഷ്ണൻ പറഞ്ഞൊരു വാക്കുകളെ പറയാം, നിഷ്കാമ കർമ്മ, ആ കർമ്മത്തിൽ അങ്ങ് ചെയ്ത പ്രവർത്തനത്തിന്